ഗുഡ് മോർണിംഗ്. പിന്നെ എന്താണ് അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞാ? ഞാൻ പതിവ് പോലെ ചിയാ സീഡ് വെള്ളത്തിലിട്ടു ചോറ് ആവിക്കേറ്റാൻ വെച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ മോർണിംഗ് വ്ളോഗിൽ ഒരു കൂട്ടാൻ പരിചയപ്പെടുത്താന്ന്. നമ്മുടെ ഉരുളക്കിഴങ്ങ് വറുത്തരച്ച് വെച്ചത്. എളുപ്പമാണ്. നമുക്ക് ആവശ്യമുള്ള ഉരുളക്കിഴങ്ങും ഒരു സവാള, പച്ചമുളക്, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വിസിലടിക്കാൻ വെക്കുക. ഒറ്റ വിസിൽ മതിയിട്ടാ, കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വെന്തുപോയ രസം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് തേങ്ങ വറക്കണം. തേങ്ങ വറക്കുമ്പോൾ ചുവന്നുള്ളി ഇടുക, വെളുത്തുള്ളി ഇടുക, പിന്നെ കുറച്ച് കറിവേപ്പില. അത് ഇത്തിരി മൂത്ത് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. കുറെ ഇടണ്ട, കുറെ ഇട്ടാൽ കഴിക്കും. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. അത് നന്നായി ചൂടാക്കിയിട്ട് വെക്കുക. പിന്നെ ഇനി നമുക്ക് ചേട്ടായിക്ക് ചോറ് കൊടുത്തു വിടണ്ടേ. അപ്പം ക്യാബേജ് ഉണ്ടായിരുന്നു. തലേ ദിവസം ക്യാബേജ് ഞാൻ ചോപ്പറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ സവോള അതിലിട്ട് ഒന്നും കൂടി ആക്കി. പിന്നെ കാന്താരി മുളക് ഇട്ടു. കാന്താരി മുളക് നമ്മുടെ വീട്ടിലുണ്ടായതാട്ടാ. എന്നിട്ട് പിന്നെ ക്യാബേജ് ഉപ്പേരി വെക്കാൻ വെച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ മീൻ വറുക്കാൻ വെച്ചു. മീൻ വറുക്കാൻ വെക്കുമ്പോൾ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാലേ മീനൊക്കെ നമ്മൾ വറക്കുമ്പോൾ പെട്ടെന്ന് മറച്ചിടാനൊക്കെ എളുപ്പമായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ നല്ല ചുമ്മാ പറഞ്ഞതാ. ഇത് ഇന്നലെ ചേട്ടായി മേടിച്ചോണ്ട് അയില, കുഞ്ഞയില കേട്ടാ. അധികം വില ഉണ്ടായിരുന്നു, 1.5 കിലോ 100 ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ചേട്ടായിക്ക് ഇന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി തന്നെ ചേട്ടായിക്കും പിള്ളേർക്കുള്ളത് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പുമുളകൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അയില വറുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഉരുളക്കിഴങ്ങിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഉള്ളി കഴിച്ച് ഒഴിക്കണം. ഉള്ളി കഴിച്ച് ഒഴിക്കുമ്പോൾ വേണമെങ്കിൽ കടുക് പൊട്ടിക്കുക. എനിക്ക് കടുക് ഇഷ്ടമില്ല, എന്തോ ഞാൻ പണ്ട് ഇങ്ങനെ ചട്നിയിലൊക്കെ കടുക് ഉണ്ടാവും മാറ്റി വെച്ചിട്ട് തിന്നാറ്. അതുകൊണ്ട് കടുക് ഇടണില്ല. ഞാൻ ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലിട്ടിട്ട് അത് കാച്ചി വെച്ചു. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ക്യാബേജിൽ അവസാനം നേളാരി ഇട്ടത്, കാരണം ചേട്ടായി എണീറ്റ് വന്നിട്ട് എനിക്ക് പൊതിച്ചിട്ടാണ് ഇട്ടത്. പിന്നെ ലഞ്ച് ബോക്സ് സെറ്റാക്കി. ലഞ്ച് ബോക്സിൽ ഇതൊക്കെ കറികളൊക്കെ തന്നെ, മീൻ വറുത്തതും ഉരുളക്കിഴങ്ങ് കറിയും ക്യാബേജും. ഇന്ന് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഈ വീഡിയോസൊക്കെ ലഞ്ച് ബോക്സിൻ്റെയും ദോശ ചുടുന്ന വീഡിയോസൊക്കെ ചേട്ടായി എടുത്തന്നേ. ഇന്ന് എന്താണ് വാള എനിക്ക് എടുത്തന്നു. പിന്നെ ചേട്ടായിനെ പറഞ്ഞു വിട്ട് ഞാൻ പുറത്ത് നടന്നപ്പോഴാണ് നമ്മളിങ്ങനെ മതിലിൻ്റെ സൈഡിൽ കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ടായിരുന്നു. അതിലെല്ലാത്തിലും പൂവുണ്ടായി. അപ്പം ഞാനത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പോട്ടെ. ടാറ്റാ ബൈ.